നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. MP വീരേന്ദ്രകുമാർ വൈജ്ഞാനിക മേഖലയെ പ്രചോദിപ്പിച്ച പ്രതിഭയാണെന്ന് മുൻമന്ത്രി ജി സുധാകരൻ. ഭാരതീയ ദർശനങ്ങളിലെ മണിമുത്തുകൾ തപ്പിയെടുത്ത് കപട ആത്മീയതയ്ക്കെതിരെ പോരാടിയ സോഷ്യലിസ്റ്റായിരുന്നു വീരേന്ദ്രകുമാറെന്നും സുധാകരൻ. 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവം 2.45 കോടിയുടെ ബഡ്ജറ്റ്. ക്ലബ്ബുകൾക്കുള്ള ബോണസും മെയിൻ്റനൻസ് ഗ്രാന്റും വർദ്ധിപ്പിച്ചു. മുഹമ്മദ് കായപ്പുറം സ്വദേശിനി ജാനുവിന് ഇനി പേടി കൂടാതെ മഴ നനയാതെ അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തിയുറങ്ങാം. ഗ്രാമപഞ്ചായത്തിന്റെയും സുമൻസുകളുടെയും നേതൃത്വത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം നടന്നു. മന്ത്രി പി പ്രസാദ് താക്കോൽ കൈമാറി. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നവജാത ശിശു മരിക്കാനിടയായ സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിശദീകരണം തേടി. മതേതരത്വം പറയുന്നത് കളവാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ജാതി വികാരം പണ്ടത്തേക്കാൾ ഇന്ന് കൂടുതലാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. വിശദമായ വാർത്തകളിലേക്ക്. MP വീരേന്ദ്രകുമാർ വൈജ്ഞാനിക മേഖലയെ പ്രചോദിപ്പിച്ച പ്രതിഭയാണെന്ന് മുൻമന്ത്രി ജി സുധാകരൻ. പബ്ലിക് സെക്ടർ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ. 33% പോലും ഗവൺമെന്റ് സ്കൂളില്ല. 66% എയ്ഡഡ് സ്കൂളും അൺഎയ്ഡഡ് സ്കൂളുമാണ്. കോളേജുകളാണെങ്കിൽ 10% പോലും ഗവൺമെന്റ് കോളേജ്. നമ്മുടെ ജില്ലയിൽ ഒരേ ഒരു കോളേജ് MLA ആയപ്പോൾ വഴക്കുണ്ടാക്കുവാൻ ഒരു കോളേജ്. 10-20 എയ്ഡഡ് കോളേജുകളും അതിലേറെ അൺഎയ്ഡഡ് കോളേജുകളുമാണ്. ചൂഷണമാണ് നടക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ചൂഷണമാണ് നടക്കുന്നത്. ചൂഷണം നടത്തുന്ന വിദ്യാലയങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയാ സോഷ്യലിസ്റ്റ് ബോധം ഉണ്ടാവുന്നത്? ഉണ്ടാവുന്നതെന്ന് ഞാൻ പറയുകയല്ല. അങ്ങനെയായിട്ടുള്ള മുതലാളിത്ത പ്രവൃത്തി ചെയ്യാതെ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആവുന്നത് അതുണ്ടാവും. പക്ഷെ കുറച്ചുപേരെ ഉണ്ടാവും. വീരേന്ദ്രകുമാർ സാറിന് ആ ജന്മിത്വ മുതലാളിത്ത കാലഘട്ടത്തിൽ സോഷ്യലിസ്റ്റ് ബോധം ഉണ്ടാകാൻ കാരണം അദ്ദേഹം ഒരു വെഴ്സറ്റൈൽ ജീനിയസ് ആയതുകൊണ്ടാണ്. കുട്ടിക്കാലം മുതൽ, അതായത് വെഴ്സറ്റൈൽ ജീനിയസ് ഇംഗ്ലീഷ് പറഞ്ഞ മലയാളം വെറുതെ ഇതെല്ലാം രംഗങ്ങളിലെ പ്രവർത്തിച്ചത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. എഴുത്ത്, വായന, പ്രസംഗം, സമരം എന്നായില്ലാത്തത്. വെഴ്സറ്റൈൽ ജീനിയസ് എത്ര പേരുണ്ടാവും? അവിടെ കുറച്ചു പേരുണ്ടാവുള്ളൂ. ചിലർ കഴിവുള്ള പ്രതിഭാശാലികളായി ജനിക്കുന്നു, ചിലർ പ്രവർത്തനങ്ങളുടെ പ്രതിഭ ആർജിക്കുന്നു, മറ്റു ചിലരിൽ പ്രതിഭയില്ലെങ്കിലും പ്രതിഭാശാലികൾ അടിച്ചേൽപ്പിക്കപ്പെടും. കൊള്ളാനാണ് അത്തരക്കാരാണ്. ഭാരതീയ ദർശനങ്ങളുടെ മൊഴിമുത്തുകൾ തപ്പിയെടുത്ത് കപട ആത്മീയതയ്ക്കെതിരെ പോരാടിയ സോഷ്യലിസ്റ്റായിരുന്നു അദ്ദേഹം. ഗാന്ധിജിക്ക് ശേഷം ഇന്ത്യൻ ഇതിഹാസങ്ങളുടെയും ചരിത്രങ്ങളുടെയും മിത്തുകളുടെയും ജനപക്ഷത്തു നിന്നും വ്യാഖ്യാനിക്കാൻ ശ്രമിച്ച ഏറ്റവും ശ്രദ്ധേയനായ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. സൈലന്റ് വാലി മുതൽ പാച്ചിമട വരെ നീളുന്ന പാരിസ്ഥിതിക സമര പരമ്പരകളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അഭിവാജ്യ ഘടകമായിരുന്നുവെന്ന് സുധാകരൻ പറഞ്ഞു. യാത്രാവിവരണ സാഹിത്യത്തിലെ രാജശില്പി എന്ന നിലയിലാണ് സാഹിത്യ മേഖല അദ്ദേഹത്തെ സ്മരിക്കുന്നത്. എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹം ഓർക്കപ്പെടുന്നത് ദാർശനികൻ എന്ന നിലയിലാണ്. SK പൊറ്റക്കാടിന് ശേഷം മലയാളത്തിന് ലഭിച്ച മികച്ച സഞ്ചാര സാഹിത്യകാരൻ കൂടിയായിരുന്നു വീരേന്ദ്രകുമാർ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയ ജനതാദൾ RJD ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച MP വീരേന്ദ്രകുമാർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജി സുധാകരൻ. ജില്ലാ പ്രസിഡന്റ് സാദിഖ് M മാക്കിയിൽ അധ്യക്ഷനായി. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അടിയാർ പുന്നപ്ര പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. സണ്ണി തോമസ്, ഗിരീഷ് ഇലഞ്ഞിമേൽ, G ശശിധരപ്പണിക്കർ, മോഹൻ C അറവന്തറ, അനിരാജ് R മുട്ടം, ജമാൽ പള്ളാത്തുരുത്തി, R പ്രസന്നൻ, ഹാപ്പി P അബു, സതീഷ് വർമ്മ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ടൈനൂസ് ആലപ്പുഴ. മറ്റൊരു വാർത്തയിലേക്ക്. മതേതരത്വം പറയുന്നത് കളവാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ജാതി വികാരം പണ്ടത്തെക്കാൾ ഇന്ന് കൂടുതലാണെന്നും വെള്ളാപ്പള്ളി. ഓരോരുത്തരും മതേതരത്വം പറഞ്ഞ് അകത്ത് കയറുകയും മതാധിപത്യം നടപ്പാക്കാൻ വേണ്ടി അവർ മതത്തെ സ്വരൂപിക്കാൻ വേണ്ടി സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ അവരുടെ മതത്തിന് വേണ്ടി കൊടുക്കുന്നു. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്കും അധികാരത്തിലുള്ള പങ്കാളിത്തം, അധസ്ഥിതരിനും അധികാരത്തിലുള്ള പങ്കാളിത്തം കിട്ടണം. അതിനൊരു പിണറായി വിജയൻ മാത്രമായാൽ പോരാ. ഒരു പിണറായി വിജയൻ മാത്രം ഉണ്ടായാൽ മാത്രം കൊണ്ട് അധസ്ഥിതരുടെ പങ്കാളിത്തം ആയില്ല. അപ്പൊ ജാതി വികാരം പണ്ടത്തൊക്കെ കൂടുതലുണ്ടെന്ന്. അതുകൊണ്ടല്ല എന്താണ് മുസ്ലിം വോട്ടായി നിൽക്കുന്നത്, ക്രിസ്ത്യൻ വോട്ടായി നിൽക്കുന്നു, നായർ വോട്ടായിട്ട് നിൽക്കുന്നു. ഈഴും കൂടെ ഒന്ന് വോട്ടായി പോയതുകൊണ്ട് എന്താ കുഴപ്പം? ഈവനിൽ എല്ലാവരും ഇങ്ങനെ ഉണ്ണാനും മാത്രം ഉപയോഗിച്ചാൽ മതിയാണ്. മറ്റുള്ളവരെല്ലാം ജാതിയുടെ പേരിൽ സംഘടിപ്പിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കില്ല. അധികാര സ്ഥാനങ്ങളിൽ ഈഴവർ എത്തുന്നില്ല. സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നും LDF ആലപ്പുഴയിൽ തോറ്റത് അടിസ്ഥാന വർഗത്തിന്റെ വോട്ട് എങ്ങോട്ട് പോയി എന്ന് നേതൃത്വം പരിശോധിക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കേരളത്തിൽ 14 യൂണിവേഴ്സിറ്റി ഉണ്ട്, ഒറ്റ യൂണിവേഴ്സിറ്റി പോലും ഒരു ഈഴവനില്ല. എന്ത് ന്യായമാണിത്? അതുപോലെ PhD മെമ്പർമാർ എത്ര ഈഴവനുണ്ട് നോക്ക്. അധികാരത്തിൽ ആരെത്തുന്നു? അതുപോലെ ഇവിടെ കുറെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകളുണ്ട്. ഇവിടെ ഈഴവർ എത്ര ചെയർമാന്മാരുണ്ട്? അവിടെയുള്ള പ്രാതിനിധ്യം എന്തുണ്ട്? തൃശ്ശൂരിൽ നിന്ന് ജയിച്ച സുരേഷ് ഗോപിക്ക് ജയിക്കുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ പ്രതീക്ഷിക്കാവുന്ന ഒരു ഘടകം എന്തെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അദ്ദേഹം 2 വലിയ മന്നന്മാരാണ് അടിച്ചു താഴ്ത്തിട്ട്. ഇടതുപക്ഷം ആലപ്പുഴയിൽ തോറ്റു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ ചിന്ത, അടിസ്ഥാന വർഗത്തിൻ്റെ ചിന്ത എങ്ങോട്ട് പോയി എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ചിന്തിക്കുന്നത് നല്ലതാണ്. BJP കേരളത്തിൽ അക്കൗണ്ട് നേടി ഇടതുപക്ഷത്തിന് വീഴ്ചകൾ സംഭവിച്ചു. BJPക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഭൂരിപക്ഷം കുറഞ്ഞു. കേരളത്തിൽ 14 യൂണിവേഴ്സിറ്റികളിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോലും ഈഴവനില്ല. കേരളത്തിലെ ദേവസ്വം ബോർഡുകളിൽ ഒന്നിൽ പോലും ഈഴവരുടെ സാന്നിധ്യം ഉണ്ടായിട്ടില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ടൈനൂസ്, ആലപ്പുഴ. മുഹമ്മദ് കായ്പുറം സ്വദേശി ജാനുവിന് ഇനി മഴപ്പേടി കൂടാതെയും വീട്ടിൽ അന്തിയുറങ്ങാം. ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം മന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. നിലംപൊത്താറായ വീട്ടിൽ പ്രതീക്ഷ ലേശമില്ലാതെ കഴിഞ്ഞിരുന്ന ജാനുവിന് ഗ്രാമപഞ്ചായത്തും സുമനസ്സുകളും കൈകോർത്താണ് പുതിയ ഭവനം നിർമ്മിച്ചു നൽകിയത്. താക്കോൽദാനം മന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. അശരണരെ സഹായിക്കാൻ നാട് ഒരുമിക്കുന്നത് ഏറെ അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി പറഞ്ഞു. ചുറ്റുപാടും നിൽക്കുന്ന അത്തരം വിഷയങ്ങളിൽ അത്തരം നല്ല മനസ്സോടുകൂടി ഇടപെട്ടാൽ ഒരുപാട് പേരുടെ കണ്ണീരുകൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയും. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CD വിശ്വനാഥിന്റെയും നല്ലവരായ നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് വീടൊരുങ്ങിയത്. മുഹമ്മ ഗ്രാമപഞ്ചായത്തിന്റെ പാത പിന്തുടരാൻ മറ്റുള്ളവർക്കും കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. ലൈഫ് പദ്ധതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്ന ജാനുവിന് സ്വന്തമായി സ്ഥലമില്ലെന്ന കാരണത്താൽ വീട് ലഭിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് മനോവിഷമത്തിലായിരുന്നു ജാനു. താമസിക്കുന്ന സ്ഥലം പൂർവികരുടെ പേരിലായതിനാൽ കൂട്ടവകാശികൾ ഉണ്ടായിരുന്നതാണ് തടസ്സമായത്. ഇതേ തുടർന്ന് അതിദരിദ്ര ലിസ്റ്റിൽപ്പെടുത്തിയാണ് വീടിന് പണം അനുവദിച്ചത്. കഴിഞ്ഞ ഡിസംബറിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബുവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CD വിശ്വനാഥനും ചേർന്ന് വീടിന് തറക്കല്ലിട്ടു. ഉദാര മനസ്കരുടെ സഹായത്തോടെ 4 മാസം കൊണ്ടാണ് വീട് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ചടങ്ങിൽ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം V. ഉത്തമൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NT റജി, ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MS ലത, ഗ്രാമപഞ്ചായത്ത് അംഗം CD വിശ്വനാഥൻ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. ചന്ദ്ര, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ ടീച്ചർ, അംഗങ്ങളായ TC മഹീധരൻ, ഷൈല ഷാജി, CDS ചെയർപേഴ്സൺ സേതുബായി, KD അനിൽകുമാർ, NR മോഹിത്, VM സുഗന്ധി, പഞ്ചായത്ത് സെക്രട്ടറി PV വിനോദ്, നിർമ്മാണ കമ്മിറ്റി കൺവീനർ KK വിശ്വൻ, വാർഡ് വികസന സമിതി കൺവീനർ PA കൃഷ്ണപ്പൻ എന്നിവർ പങ്കെടുത്തു. അസിസ്റ്റന്റ് സെക്രട്ടറി TV അശോകൻ നന്ദി പറഞ്ഞു. ടൈനോസ് മുഹമ്മ. ആലപ്പുഴ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യസുരക്ഷാ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ ഹോട്ടലുകൾക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യസുരക്ഷാ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ ഹോട്ടലുകൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ കോടതി അദാലത്ത് ഹാളിൽ നടന്ന പരിപാടി സീനിയർ സിവിൽ ജഡ്ജും സെക്രട്ടറിയുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു. മറ്റ് ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തരുന്നതും ആനന്ദം തരുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കുട്ടികളുടെ അപ്രകാരം ഒരു ആവശ്യം വീട്ടിലെ മാതാപിതാക്കളോട് പറയുമ്പോൾ തീർച്ചയായിട്ടും അവര് അത് നിരസിക്കാറില്ല. പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നമ്മുടെ ഭക്ഷണക്രമത്തോടൊപ്പം തന്നെ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടാതെ നോക്കുക എന്നുള്ളത് ഇതിനകത്ത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്കറിയാം, ഈ അടുത്ത സമയങ്ങളിൽ തന്നെ പല ഹോട്ടലുകള്, റെസ്റ്റോറൻറ്റുകളൊക്കെ കേന്ദ്രീകരിച്ച് മോശം ഭക്ഷണം നൽകുന്നു എന്നുള്ള ഒരു ആരോപണം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ, അതുപോലെ തന്നെ അതിൽ ഉപയോഗിക്കുന്ന മറ്റ് പദാർത്ഥങ്ങൾ, ഇതിന്റെ കാര്യത്തിൽ എല്ലാം അതീവ സൂക്ഷ്മത കാത്തു സൂക്ഷിക്കേണ്ട, പുലർത്തേണ്ട ഒരു സമയമാണ്. ആലപ്പുഴ സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ രാഹുൽ രാജ് ക്ലാസ് നയിച്ചു. ലീഗൽ സർവീസസ് അതോറിറ്റി ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ B. ബിന്ദുഭായ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മനാഫ, ജില്ലാ സെക്രട്ടറി നാസർ താജ് എന്നിവർ സംസാരിച്ചു. ടൈനൂസ്, ആലപ്പുഴ. ലോട്ടറി ടിക്കറ്റിലെ ഡേറ്റ് തിരുത്തി യുവതിയിൽ നിന്നും പണം തട്ടിയതായി പരാതി.
ചേരാവള്ളി സ്വദേശിയായ മായയിൽ നിന്നാണ് ബൈക്കിലെത്തിയ യുവാവ് തിരുത്തിയ ഡേറ്റുള്ള ലോട്ടറി നൽകി പണം അപഹരിച്ചത്. ലോട്ടറി ടിക്കറ്റിലെ ഡേറ്റ് തിരുത്തി യുവതിയുടെ പക്കൽ നിന്നും പണം തട്ടിയെടുത്തതായി പരാതി. ലോട്ടറി വിൽപ്പന നടത്തുന്ന ചേരാവള്ളി സ്വദേശിയായ മായയുടെ കയ്യിൽ നിന്നാണ് ബൈക്കിലെത്തിയ യുവാവ് പണം തട്ടിയെടുത്തത്. കായംകുളം KSRTC ബസ് സ്റ്റാൻഡിന് തെക്ക് ദേശീയപാതയോരത്ത് ലോട്ടറി വിൽപ്പന നടത്തിവരികയാണ് ചേരാവള്ളി സ്വദേശിയായ മായ. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെ ബൈക്കിലെത്തിയ യുവാവ് തനിക്ക് കഴിഞ്ഞ ദിവസത്തെ ലോട്ടറി 5000 രൂപ വെച്ച് 2 ടിക്കറ്റ് അടിച്ചു എന്ന് പറഞ്ഞ് 2 ലോട്ടറികൾ നൽകുകയായിരുന്നു. തുടർന്ന് മായയിൽ നിന്നും 6000 രൂപ പണമായി കൈപ്പറ്റി 2000 രൂപയുടെ ലോട്ടറിയും വാങ്ങി. ബാക്കി 2000 രൂപ കൊടുക്കാൻ മായയുടെ കയ്യിൽ പൈസയില്ലായിരുന്നു. ഇത് പിന്നീട് താൻ വന്നു വാങ്ങാമെന്ന് പറഞ്ഞാണ് യുവാവ് മടങ്ങിയത്. ലോട്ടറി ഏജൻസിയിൽ എത്തിയപ്പോഴാണ് മായ കബളിപ്പിക്കപ്പെട്ട വിവരം അറിയുന്നത്. മെയ് മാസത്തെ ലോട്ടറി ടിക്കറ്റിൻ്റെ ഡേറ്റ് തിരുത്തി ഇതിനു പുറത്ത് പേപ്പർ ഒട്ടിച്ചാണ് യുവാവ് മായയ്ക്ക് കൊടുത്തത്. 15 വർഷം മുൻപ് ഭർത്താവ് മരിച്ച മായ മക്കളെ വളർത്താനാണ് ദേശീയപാതയോരത്ത് ലോട്ടറി കച്ചവടം നടത്തുന്നത്. രാവിലെ 11 മണിയായപ്പോൾ ഒരാൾ ഇവിടെ വന്നിട്ട് എന്നോട് ചോദിച്ചു, സെയിം ടിക്കറ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അയാൾ 2 ടിക്കറ്റ് മാറാമോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എത്ര ടിക്കറ്റ് എടുക്കും? അത് തോനെ ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. നമ്പർ നോക്കിയപ്പോൾ അടിച്ച നമ്പരാണ്. അതിൽ നിന്ന് 10000 രൂപ എന്നും പറഞ്ഞ് തന്നിട്ട് 2000 രൂപയുടെ ടിക്കറ്റും എടുത്ത് ബാക്കി 6000 രൂപയും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. 2000 രൂപയ്ക്ക് നാളെ രാവിലെ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാനിത് കടയിൽ കൊണ്ട് കൊടുത്തപ്പോഴാണ് അവർ പറഞ്ഞത് ഇത് കള്ള ടിക്കറ്റാണ്, അതുകൊണ്ട് ഇത് പറ്റത്തില്ല, ചേച്ചിക്ക് ഇത് അബദ്ധം പറ്റിയതാന്ന് പറഞ്ഞ് അവർ മാറിയില്ല ടിക്കറ്റ്. എന്നെ കൊണ്ട് ഒരു നിവൃത്തിയില്ലാത്ത എനിക്ക് ഭർത്താവില്ല, 2 മക്കൾ, അവരെ വളർത്താൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നത്. ഇവിടെ കായംകുളത്ത് വല്ലാത്തൊരു ഇതാണ്. അത് ചേച്ചിക്ക് അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി ലോട്ടറി കച്ചവടം നടത്തുന്നതാണ്. ആ ചേച്ചിയെ കബളിപ്പിച്ചുകൊണ്ട് ലോട്ടറി അടിച്ച 2 ടിക്കറ്റ് 5000 രൂപ വീതം അടിച്ച 2 ടിക്കറ്റുകൾ ഇവിടെ കൊണ്ട് കൊടുത്തു. ചേച്ചി നോക്കിയപ്പോൾ അത് ഇന്നത്തെ ടിക്കറ്റുകൾ അടിച്ചതാണ് എന്ന് കരുതിയിട്ട് ഉള്ള പൈസ നുള്ളിപ്പിറക്കി 6000-ഉം പിന്നെ 2000 രൂപയുടെ ക്യാഷും കൊടുത്തു. പക്ഷേ ഇപ്പോൾ ചേച്ചി അത് മാറാൻ കൊണ്ടുവന്നപ്പോഴാണ് അറിഞ്ഞത് ആ ടിക്കറ്റിന് 1 രൂപ പോലും അടിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു ടിക്കറ്റുമില്ല എന്ന്. നമ്മളെല്ലാവരും ഇവിടെ വന്ന് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ ഡേറ്റ് എഡിറ്റ് ചെയ്ത് കയറ്റിയൊക്കെയാണ്. അത് 5/5/2024 ടിക്കറ്റാണ്. ആ ടിക്കറ്റിൻ്റെ ഡേറ്റ് എഡിറ്റ് ചെയ്ത് കയറ്റിയതിന് പ്രകാരം ഇന്നത്തെ ഡേറ്റ് അടിച്ചതിൻ്റെലാണ് അതിന് സമ്മാനമുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത്. ഒരാളിൻ്റെ ഉപജീവന മാർഗത്തെയാണ് ഇത് തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. നിർധനയായ യുവതിയുടെ അവസ്ഥ കണ്ട നാട്ടുകാരും പൊതുപ്രവർത്തകരും ചേർന്ന് ബാക്കിയുണ്ടായിരുന്ന ലോട്ടറി ടിക്കറ്റ് വിറ്റ് നൽകി. തുടർന്ന് കായംകുളം പോലീസ് സ്റ്റേഷനിൽ മായ പരാതിയും നൽകി. ടൈം ന്യൂസ്, കായംകുളം. 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവം 2,45 ലക്ഷം രൂപയുടെ ബഡ്ജറ്റ്. ക്ലബ്ബുകൾക്കുള്ള ബോണസും ഗ്രാൻഡും വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ വർഷം 10% വീതം കൂട്ടിയിരുന്നു. ഇതുൾപ്പെടെ ഇത്തവണത്തെ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് 2,45,82,000 രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റിന് നെഹ്റു ട്രോഫി ജനറൽ ബോഡി യോഗം അംഗീകാരം നൽകി. ഓഗസ്റ്റ് 10-നാണ് പുന്നമടയിൽ 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം നടക്കുക. 80 ലക്ഷം രൂപ ടിക്കറ്റ് വരുമാനവും സംസ്ഥാന ടൂറിസം വിഹിതമായ 1 കോടി രൂപയും സ്പോൺസർഷിപ്പിലൂടെ സമാഹരിക്കുന്ന 60 ലക്ഷം രൂപയും ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്ന ചെലവിന് തുല്യമായ തുക വരവും പ്രതീക്ഷിക്കുന്നതാണ് ബഡ്ജറ്റ്. കൾച്ചറൽ കമ്മിറ്റി 7 ലക്ഷം, ബോണസ് 85 ലക്ഷം, മെയിൻ്റനൻസ് ഗ്രാന്റ് 18 ലക്ഷം, സാമൂഹിക മാധ്യമ പ്രചരണം 7 ലക്ഷം രൂപ, യൂണിഫോം 6 ലക്ഷം, ക്യാഷ് പ്രൈസും മൊമന്റോയും 7 ലക്ഷം തുടങ്ങിയവ വകയിരുത്തി. തലവടി പഞ്ചായത്തിലെ 23 അംഗനവാടികളിൽ പ്രവേശനോത്സവം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ ഉദ്ഘാടനം ചെയ്തു. തലവടി ഗ്രാമപഞ്ചായത്തിലെ 23 അംഗൻവാടികളിൽ പ്രവേശനോത്സവം നടന്നു. 70 നമ്പർ അംഗൻവാടിയിൽ നടന്ന പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ ഉദ്ഘാടനം ചെയ്തു. പഠനം എന്നതിലുപരി ധാരാളം ജീവിത അനുഭവങ്ങൾ അതിന്റെ തുടക്കം അംഗൻവാടികളിൽ കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ അവരുടെ പ്രഥമ വിദ്യാലയം, ആ വിദ്യാലയത്തിൽ എല്ലാ അനുഭവങ്ങളും നൽകുന്ന ഒരു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞുങ്ങൾ എന്നും അവരുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് അധ്യക്ഷനായി. ചമ്പക്കുളം ശിശുവികസന പദ്ധതി ഓഫീസർ പത്മലത ആർ മുഖ്യ സന്ദേശം നൽകി. ICDS സൂപ്പർവൈസർ രജിത ആർ കുമാർ, അധ്യാപികയായ ശോശാമ്മ ചെറിയാൻ എന്നിവർ നേതൃത്വം നൽകി. ടൈനൂസ്, ആലപ്പുഴ. തലവടി ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് നീരേറ്റുപുറം അയ്യോബിക്ക് സമീപം ആറ്റിതീരം റോഡിന് കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു.
രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് മരം വെട്ടി മാറ്റിയതെന്നാണ് നാട്ടുകാരുടെ പരാതി. തലവടി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൽ നീരേറ്റുപുറം IOBക്ക് സമീപം ആറ്റുതീരം റോഡിന് കുറുകെയാണ് ആഞ്ഞിൽ മരം വീണ് കിടക്കുന്നത്. ഉടമ വിദേശത്തായതിനാൽ മരം വെട്ടിമാറ്റാൻ കാലതാമസം നേരിട്ടു. ജനപ്രതിനിധികൾ ഉടമയുമായി ഫോണിൽ ബന്ധപ്പെട്ട ശേഷമാണ് 2 ആഴ്ചയോളം മാർഗ തടസ്സമായി കിടന്ന മരം വെട്ടിമാറ്റിയത്. മരം വീണ ശേഷം വാഹന ഗതാഗതവും നിലച്ചു കിടക്കുകയായിരുന്നു. മരം വെട്ടി മാറ്റിയതോടെ ദിവസങ്ങൾ നീണ്ട യാത്രാ ദുരിതം പരിഹരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, സാമൂഹ്യ പ്രവർത്തകരായ EK തങ്കപ്പൻ, സോമശേഖരക്കുറുപ്പ്, വിജീഷ്, ശ്രീകാന്ത് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹകരണത്തിലാണ് മരം വെട്ടിമാറ്റിയത്. ടൈനൂസ് ആലപ്പുഴ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നവജാത ശിശു മരിച്ച സംഭവം. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും ചികിത്സാ പിഴവെന്ന ആരോപണം നേരിട്ട നവജാത ശിശു മരണത്തിൽ ആശുപത്രി സൂപ്രണ്ടിനോട് മന്ത്രി വീണ ജോർജ് വിശദീകരണം തേടി. അണുബാധ മൂലമാണ് കുഞ്ഞിന്റെ മരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ചികിത്സാ പിഴവില്ലെന്നും കുഞ്ഞിന്റെ മരണകാരണത്തെപ്പറ്റി വിശദമായ റിപ്പോർട്ട് മന്ത്രിക്ക് നൽകിയെന്നും സൂപ്രണ്ട് ഡോക്ടർ A. അബ്ദുൾ സലാമും പ്രിൻസിപ്പൽ ഡോക്ടർ മിറിയം വർക്കിയും അറിയിച്ചു. ചികിത്സാ പിഴവ് മൂലം മരണമെന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ 1.5 മാസത്തിനിടെ ആരോപണം ഉയർന്നിരുന്നു. 3ാമത്തെ സംഭവമാണിത്. മുൻപ് മരിച്ചത് 2 സ്ത്രീകളായിരുന്നു. വലിയ പ്രതിഷേധങ്ങളായിരുന്നു ഇതേ തുടർന്ന് ഉണ്ടായത്. ടൈനൂസ് ആലപ്പുഴ. മുഹമ്മ ശ്രീരാമകൃഷ്ണ സേവാ സമിതിയുടെയും SL-പുരം ഗാന്ധി സ്മാരക സേവാ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ സാമൂഹിക വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. മുഹമ്മ ശ്രീരാമകൃഷ്ണ ഗ്രാമസേവാ സമിതിയുടെയും SL-പുരം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൻ്റെയും സഹകരണത്തോടെ ആലപ്പുഴ ജില്ലാ നാഷണൽ NGO കോൺഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ സാമൂഹ്യ വികസന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഗാന്ധി സ്മാരക ഗ്രാമസേവാ പ്രസിഡന്റ് രവി പാലത്തിങ്കൽ നിർവഹിച്ചു. ഒട്ടേറെ മനുഷ്യൻ തന്നെ വരുത്തി വയ്ക്കുന്ന ഒട്ടേറെ അസാധാരണമായ അശ്രദ്ധകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെറുക്കേണ്ടിയിരിക്കുന്നു. അതിനൊക്കെ വിവര സാങ്കേതിക വിദ്യകൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സന്നദ്ധ സംഘടനകൾ തീർച്ചയായിട്ടും മുൻപന്തിയിലുണ്ടാവും. ഈ കോൺഫെഡറേഷൻ്റെ പ്രവർത്തനത്തിൽ എല്ലാ തരത്തിലും എല്ലാവർക്കും ഉപകരിക്കട്ടെ, പ്രയോജനം ചെയ്യട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ ഉപസരിക്കുന്നു. നാഷണൽ NGO കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ഫാദർ സാംസൺ ആഞ്ഞിലിപ്പറമ്പിൽ അധ്യക്ഷനായി. പഴയ കാലഘട്ടം നമുക്കറിയാം, നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയങ്ങളിലൊക്കെ എന്തെല്ലാം കാര്യങ്ങളുടെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. നേരചെവ ഉണ്ടായിരുന്നു. നേരചെവ ഒരു വസ്ത്രം പോലും ഇട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ പഠിച്ചവരാണ്. എന്ത് പഠിക്കണമെന്നൊന്ന് പറഞ്ഞു തരാൻ പോലും ആളുകളില്ലാതിരുന്ന അവസ്ഥയാണ്. തിരികെ വന്നിരിക്കുമ്പോഴേക്കും പഠിച്ച കാര്യങ്ങളൊന്ന് വെളിച്ചത്തിൽ കാണാൻ പ്രയാസപ്പെട്ടവരാണ് നമ്മൾ. വെളിച്ചമില്ലാതെ, കറണ്ടില്ലാതെ, ഒരു പക്ഷേ അത് തെളിക്കാൻ മണ്ണെണ്ണ ഇല്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന സാഹചര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെല്ലാം മാറി. എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുമ്പോഴേക്കും എല്ലാം ഉണ്ടാകുമ്പോൾ എന്താണ് ഉണ്ടാവേണ്ടത് എന്നുള്ള കാര്യം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ നന്മയാണ്, കുഞ്ഞുങ്ങളിലെ നന്മയാണ്. അത് നഷ്ടപ്പെടുത്താതെ വളർത്തുവാൻ സ്ത്രീകൾക്കായി ആധുനിക രീതിയിലുള്ള കോഴിക്കൂടുകൾ, തയ്യൽ മെഷീൻ, ഇരുചക്ര വാഹനങ്ങൾ, വിദ്യാർത്ഥികൾക്കായി ലാപ്ടോപ്പുകൾ എന്നിവ 50% സാമ്പത്തിക സഹായത്തോടുകൂടി നൽകുന്നതാണ് പദ്ധതി. കർഷകർക്കായി കാർഷിക ഉപകരണങ്ങളും ജൈവ വളങ്ങളും നൽകും. ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം ജനറൽ സെക്രട്ടറി PS മാനു, ഹോപ്പ് കമ്മ്യൂണിറ്റി വില്ലേജ് ഡയറക്ടർ ശാന്തിരാജ്, സംഗീത സംവിധായകൻ ആലപ്പി ഋഷികേശ്, ജയശ്രീ ഷാജി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ സെക്രട്ടറി ശിവജി ചാരങ്കാട്ട് സ്വാഗതവും ട്രഷറർ D ശശി നന്ദിയും പറഞ്ഞു. ടൈനൂസ് മുഹമ്മ. കുറുപ്പംകുളങ്ങര കൊച്ചു ആവക്കാട് മഹാദേവ ക്ഷേത്രത്തിലെ 26ാമത് കലശവാർഷികം ഭക്തിസാന്ദ്രമായി. കുറുപ്പംകുളങ്ങര വാവക്കാട് മഹാദേവ ക്ഷേത്രം 26ാമത് കലശ മഹോത്സവവും പ്രതിഷ്ഠാ വാർഷികവും. ക്ഷേത്രത്തിൽ പുതുതായി തന്ത്രിയായി ചുമതലയേറ്റെടുത്ത പൂത്തോട്ട ലാലൻ ശാന്തികൾക്ക് സ്വീകരണവും ചുമതലയേൽക്കൽ ചടങ്ങും ക്ഷേത്രത്തിൽ നടന്നു. ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് അഷ്ടനാഗ പൂജയും വെള്ളിയാഴ്ച രാവിലെ 7:30 അഷ്ടദ്രവ്യ ഗണപതി ഹോമം, തുടർന്ന് കലശപൂജ, 10:30 കലശ അഭിഷേകം, ഉച്ചയ്ക്ക് പ്രസാദകൂട്ടും, വൈകിട്ട് വിവിധ ക്ഷേത്ര ചടങ്ങുകളും നടക്കും. ക്ഷേത്രം മേൽശാന്തി വൈശാഖ് വിശ്വംഭരൻ, ക്ഷേത്രം പ്രസിഡന്റ് CD ഷാജി, സെക്രട്ടറി അർജുൻ ശാന്തിവനി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മരുത്തോർവട്ടം തായപ്പള്ളി കൊച്ചുവളി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള ചടങ്ങുകൾ നടന്നു.
മരുത്തർവട്ടം താഴെപ്പള്ളി കൊച്ചുവെളി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ മുന്നോടിയായുള്ള ചടങ്ങുകൾ തുടരുന്നു. വിഗ്രഹ ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ജയ തുളസീധരൻ തന്ത്രികളുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. 9-നാണ് പുനഃപ്രതിഷ്ഠയും ചുറ്റമ്പല സമർപ്പണവും നടക്കുക. വെള്ളിയാഴ്ച രാവിലെ ഗുരുപൂജ, ഗണപതി ഹോമം, ഭഗവതി സേവ, തുടർന്ന് വിവിധ ക്ഷേത്രാചാര ചടങ്ങുകൾ, ഉച്ചയ്ക്ക് പ്രസാദകൂട്ട, വൈകിട്ട് തിരുവാതിര എന്നിവ നടന്നു. ടൈനൂസ് ചേർത്തല. എളിമ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ SSLC +2 വിഷയങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. എളിമ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കുഗ്രാമത്തിൽ നിന്ന് പത്രം വിറ്റുകൊണ്ട് ഇന്ത്യയുടെ പ്രസിഡന്റായി മാറിയ ഒരാളുണ്ട്. പേരറിയാലോ നിങ്ങൾക്ക്? ആരാണ്? APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിന് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പിന്നെ ഒരു ഫ്ലൈറ്റ് പറപ്പിക്കണമെന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അദ്ദേഹം ടെസ്റ്റൊക്കെ കിട്ടി. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന് ഒഴിവാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷെ അദ്ദേഹം എന്താണ്, തൻ്റെ പ്രതീക്ഷ കൈവിട്ടില്ല. നന്നായിട്ട് പഠിച്ചു, ശാസ്ത്രജ്ഞനായി, മിസൈൽ മാൻ ഓഫ് ഇന്ത്യയായി, അവസാനം ഇന്ത്യയുടെ പ്രസിഡന്റായി മാറി. ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും 3 സേനയുടെയും തലവൻ എന്ന് പറയുന്ന ആരാണ്? ഇന്ത്യയുടെ പ്രസിഡന്റാണ്. അപ്പോൾ എന്താണ്, ഇന്ത്യയുടെ എയർഫോഴ്സിന്റെ കമാൻഡർ വന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോയിട്ട് പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ഒരു മിസൈൽ മീൻസ് എയർ എന്താണ് വിമാനം പറത്താനുള്ള ഒരു അദ്ദേഹത്തിന് ഇങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് വന്ന് പറത്തി. എത്രയും മണിക്കൂർ, 45 മണിക്കൂറോളം അദ്ദേഹം വിമാനം പറത്തുന്നൊരു സാഹചര്യം ഉണ്ടായി. പ്രസിഡന്റ് നിസാർ വെള്ളാപ്പള്ളി അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗം കുഞ്ഞുമോൾ രാജീവ്, സെക്രട്ടറി VS സാബു, മഹേന്ദ്രൻ, സാദിഖ്, ഗോപകുമാർ, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ടൈനൂസ് അമ്പലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. MP വീരേന്ദ്രകുമാർ വൈജ്ഞാനിക മേഖലയെ പ്രചോദിപ്പിച്ച പ്രതിഭയാണെന്ന് മുൻ മന്ത്രി G സുധാകരൻ. ഭാരതീയ ദർശനങ്ങളിലെ മണിമുത്തുകൾ തപ്പിയെടുത്ത് കപട ആത്മീയതയ്ക്കെതിരെ പോരാടിയ സോഷ്യലിസ്റ്റായിരുന്നു വീരേന്ദ്രകുമാറെന്നും സുധാകരൻ. 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവം. 2.45 കോടിയുടെ ബഡ്ജറ്റ്. ക്ലബ്ബുകൾക്കുള്ള ബോണസും മെയിൻ്റനൻസ് ഗ്രാന്റും വർദ്ധിപ്പിച്ചു. മുഹമ്മ കായിപ്പുറം സ്വദേശിനി ജാനുവിന് ഇനി പേടി കൂടാതെ മഴ നനയാതെ അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തിയുറങ്ങാം. ഗ്രാമപഞ്ചായത്തിന്റെയും സുമൻസുകളുടെയും നേതൃത്വത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം നടന്നു. മന്ത്രി P പ്രസാദ് താക്കോൽ കൈമാറി. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നവജാത ശിശു മരിക്കാനിടയായ സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിശദീകരണം തേടി. മതേതരത്വം പറയുന്നത് കളവാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ജാതിവികാരം പണ്ടത്തേക്കാൾ ഇന്ന് കൂടുതലാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമായി. നമസ്കാരം.